കർഷകർക്ക് കോളടിച്ചു. തമിഴ്നാട്ടിൽ വിജയ സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനം. 75,000 രൂപ വരെ വായ്പയെടുത്തവരുടെ കടം പൂർണ്ണമായും എഴുതിത്തള്ളി. കർഷകർക്ക് കോളടിച്ചു. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനം. അതെ, തമിഴ്നാട്ടിലെ കർഷകർക്ക് ആശ്വാസമേകി സർക്കാരിന്റെ നിർണായക പ്രഖ്യാപനം എത്തിയിരിക്കുന്നു. 75,000 രൂപ വരെയുള്ള കാർഷിക വായ്പകൾ പൂർണ്ണമായി എഴുതിത്തള്ളിയതായി തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. പുതിയ വായ്പ ഇളവ് പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ നിരവധി കർഷകർക്കാണ് ആനുകൂല്യം ലഭിക്കുക. ഏകദേശ കണക്കനുസരിച്ച് 13,34,000 കർഷകർക്ക് ഈ ആനുകൂല്യം ലഭിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. പദ്ധതിയുടെ ഭാഗമായി മൊത്തം 6,220 കോടിയുടെ കാർഷിക വായ്പയാണ് എഴുതിത്തള്ളിയിരിക്കുന്നത്. പുതിയ പ്രഖ്യാപനം വഴി മാത്രം 1,38,000-ലധികം കർഷകർക്ക് അധിക സഹായം ലഭിക്കുന്നതായിരിക്കും പദ്ധതികൾ. ഇതിനായി സർക്കാരിന് ഏകദേശം 953 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്നും കണക്കുകൾ പറയുന്നു. എന്തായാലും 75,000 വരെ കാർഷിക വായ്പ പൂർണ്ണമായി എഴുതിത്തള്ളുമെന്ന് വിജയ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. കൂടാതെ 75,000 മുതൽ 1 ലക്ഷം വരെയുള്ളവരിൽ പരമാവധി 75,000 രൂപ വരെയുടെ ഇളവ് ലഭിക്കും. 1 ലക്ഷത്തിന് മുകളിൽ വായ്പയുള്ളവർക്കാകട്ടെ നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം 35,000 വരെ ഇളവ് ലഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതായത് വായ്പയുടെ മുഴുവൻ തുകയും സർക്കാർ ഏറ്റെടുക്കുന്നില്ല. അല്ലാതെ പല വിഭാഗങ്ങളിലും നിശ്ചിത പരിധിയിൽ ആശ്വാസം ലഭിക്കുന്ന രീതിയിലാണ് പ്രഖ്യാപനമുള്ളത്. വിജയ് സർക്കാർ അധികാരത്തിലെത്തി 15 ദിവസത്തിനുള്ളിൽ 50,000 രൂപ വരെയുള്ള കാർഷിക വായ്പകൾ എഴുതിത്തള്ളുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. പിന്നീട് അത് 75,000 വരെയുള്ള വായ്പകളായി മാറ്റി. ഇപ്പോഴത്തെ പ്രഖ്യാപനം കൂടുതൽ സഹായം തന്നെയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഈ പ്രഖ്യാപനം കൂടുതൽ വിപുലീകരിക്കാനും സർക്കാർ ശ്രമിക്കുന്നു. മാത്രമല്ല, കൂടുതൽ ആശ്വാസം നൽകുന്ന ഈ തീരുമാനം മുഖ്യമന്ത്രി എടുത്തത് കർഷക സംഘടനകളുമായി ഓഗസ്റ്റ് 7 നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരിമിതികൾക്കിടയിലും കർഷകരുടെ കടബാധ്യത കുറയ്ക്കുന്നതിനാണ് സർക്കാർ എപ്പോഴും മുൻഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സഹകരണ ബാങ്കുകളിലെ കുടിശ്ശിക സമയബന്ധിതമായി തീർപ്പാക്കണമെന്ന RBI നിർദ്ദേശങ്ങളും പരിഗണിച്ചാണ് പുതിയ നടപടി. ചെറുകിട ഇടത്തരം കർഷകർക്ക് ഈ തീരുമാനം നേരിട്ട് തന്നെ ആശ്വാസകരമാണ്. എന്നാൽ ഈ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ ആരൊക്കെ അർഹതപ്പെട്ടവരുണ്ടെന്നും ഏത് വായ്പകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നതെന്നും അപേക്ഷിക്കേണ്ട രീതിയെക്കുറിച്ചും നടപടിക്രമത്തെക്കുറിച്ചും വിശദമായ മാനദണ്ഡങ്ങൾ സർക്കാർ തന്നെ പുറത്തിറക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.